ഹരേ കൃഷ്ണ. നന്ദനം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഭക്തമീരയുടെ കഥയാണ് പറയുന്നത്. ഭഗവാന്റെ പരമഭക്തയായിരുന്ന മീരാഭായിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. മീരാഭായി രാജസ്ഥാനിലെ ജോർദാപൂർ അവിടുത്തെ മെർത്ത എന്ന നാട്ടുരാജ്യത്തിലെ ഒരു രത്തൻ സിംഗ് എന്ന രാജാവിൻ്റെ മകളായിരുന്നു മീരാഭായി. കുഞ്ഞു മീര വളരെ സന്തോഷത്തോടെ അവിടെ ജീവിച്ചിരുന്ന ആ കാലത്ത് കുഞ്ഞു മീരയ്ക്ക് കൃഷ്ണകഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് അമ്മയായിരുന്നു. വിഷ്ണു ഭക്തരായിരുന്നു അവരുടെ ആ കുടുംബം. മീരാഭായിയുടെ അമ്മയാണെങ്കിലോ ശ്രീകൃഷ്ണൻ്റെ പരമഭക്തിയായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ വൃന്ദാവന ലീലകളും കഥകളും എല്ലാം മീരാഭായിയുടെ അമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കുഞ്ഞു മീര ഉറങ്ങുന്ന സമയത്ത് കൃഷ്ണൻ്റെ കഥകളൊക്കെ പറഞ്ഞ് മീരയുടെ മനസ്സിലേക്ക് കൃഷ്ണഭക്തി നിറച്ചത് അമ്മയായിരുന്നു. ഒരു ദിവസം അവർ കൊട്ടാരത്തിൽ മുകളിലെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ താഴെ ഒരു ഘോഷയാത്ര പോകും. ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ഈ വിവാഹം കഴിഞ്ഞ വരനെയും വധുവിനെയൊക്കെ അന്നൊക്കെ അവിടെ കുതിരപ്പുറത്താണ് കയറ്റി പോകുന്നത്. അവരങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ഘോഷയാത്രയാണ് അവർ കാണുന്നത്. അപ്പോൾ കുഞ്ഞു മീര അമ്മയോട് ചോദിക്കും, അമ്മേ എൻ്റെ വരൻ ആരായിരിക്കും? അപ്പോൾ ആ കൃഷ്ണഭക്തിയായ അമ്മ പറയും, അവിടെ ദാ നോക്കൂ, ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ആ വിഗ്രഹത്തിൽ കാണിച്ചിട്ട് പറയും, അതാ അത് നോക്കൂ, ആ ഗിരിധർ ഗോപാൽ അതാണ് നിൻ്റെ ഭർത്താവ്. നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് അദ്ദേഹമാണ്, ഗിരിധർ ഗോപാലാണെന്ന് പറയും. അപ്പോൾ കുഞ്ഞു മീരയ്ക്ക് ഭയങ്കര സന്തോഷമാകും. അങ്ങനെ ആ ഒരു പ്രേമഭക്തി കൂടി വരികയാണ് മീരയ്ക്ക്. കുഞ്ഞു മീര ഒരു തുളസിമാലയൊക്കെ കെട്ടിയെടുത്ത് ഗിരിധർ ഗോപാലിൻ്റെ ആ വിഗ്രഹത്തിൽ കൊണ്ടുപോയി ചാർത്തും. എന്നിട്ട് പറയുകയാണ്, ഇന്ന് മുതൽ അങ്ങാണ് എൻ്റെ ഭർത്താവ്, എനിക്ക് അങ്ങാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാനിൽ ലയിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. 10 വയസ്സായപ്പോഴത്തേക്കാണ് മീരയ്ക്കൊരു ദുഃഖം വരുന്നതും. 10 വയസ്സിൽ മീരയുടെ അമ്മ മീരയെ വിട്ട് പിരിയുന്നു. അതിനുശേഷം മുത്തച്ഛനാണ് മീരയെ നോക്കുന്നതൊക്കെ. അങ്ങനെ മീര അന്നും ഭഗവാനോടുള്ള ആ ഭക്തിയിൽ അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ മീര മുത്തശ്ശനോട് പറയുന്നു, മുത്തശ്ശൻ എനിക്ക് ഗിരിധർ ഗോപാലിൻ്റെ വിഗ്രഹം വെച്ച് പൂജിക്കാൻ ഒരു ടെമ്പിൾ ക്ഷേത്രം പണിത് തരണമെന്ന് പറയുന്നു. അങ്ങനെ മുത്തശ്ശൻ മീരയുടെ ആഗ്രഹപ്രകാരം ഒരു ക്ഷേത്രം പണിത് കൊടുക്കുന്നു. മീര പിന്നീട് അവിടെയാണ് പൂജയും കാര്യങ്ങളും പ്രാർത്ഥനയും. കുഞ്ഞു മീര നല്ല ഭക്തിഗാനങ്ങളൊക്കെ രചിക്കുമായിരുന്നു. ഭക്തിഗാനങ്ങളൊക്കെ രചിച്ച് ഭജൻസൊക്കെ പാടി ഭയങ്കര സന്തോഷത്തിലാണ് മീര അവിടെ അന്ന് കഴിഞ്ഞിരുന്നത്. മീരയ്ക്ക് പിന്നീട് 14 വയസ്സായി. 14 വയസ്സായതിനു ശേഷം അപ്പോൾ മീരയുടെ ആ ഒരു ഭജൻസും കാര്യങ്ങളും ഒക്കെ പ്രസിദ്ധി ആർജിക്കാൻ തുടങ്ങി. ആ മീര പാടുന്ന പാട്ടൊക്കെ കേട്ട് അടുത്ത ഉള്ള ആൾക്കാരും അറിയുന്നവരെല്ലാവരും മീരയുടെ ആ ക്ഷേത്രത്തിലേക്ക് വരാനും മീരയോടൊപ്പം ഭജൻസ് പാടാനും ഒക്കെ തുടങ്ങി. അങ്ങനെ അത് അവിടെ എങ്ങും മേവാറിലുള്ള രാജാവും മീരയുടെ കാര്യം അറിഞ്ഞു. മേവാറിലെ രാജാവിന് മേവാറിലെ പുത്രനായ ഭോജരാജന് മീരയെ വിവാഹം ആലോചിക്കുന്നു. മീരയുടെ മുത്തശ്ശന് മേവാറിലെ രാജാവ് മീരയെ വിവാഹം ആലോചിച്ചു വന്നത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അദ്ദേഹം അഭിമാനത്തോടെ പറയും, അത് വിവാഹത്തിന് സമ്മതിക്കും. മീരയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല വിവാഹം. മീര ഭഗവാന്റെ ഒരു കാര്യോർത്ത് ഭഗവാനിൽ അങ്ങനെ അധിഷ്ഠിതമായൊരു ജീവിതമാണ് മീര നയിച്ചിരുന്നത്. പക്ഷേ ഭക്തമീര മുത്തശ്ശൻ്റെ ഇഷ്ടപ്രകാരം നിർബന്ധപ്രകാരം പിന്നെ ഭോജരാജനെ വിവാഹം കഴിക്കുന്നു. പിന്നീട് ചിത്തോർഘട്ടിലേക്ക് പോവുകയാണ്. മേവാറിലെ ചിത്തോർഘട്ടിലേക്ക് ഭോജരാജൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ നല്ല സന്തുഷ്ടമായൊരു ജീവിതം ആണ് അവിടെയും നയിച്ചിരുന്നത്. മീരയെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവായിരുന്നു ഭോജരാജൻ. 14 വയസ്സാണ് വിവാഹ സമയത്ത് മീരയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ മീര വിവാഹമൊക്കെ കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും ധർമ്മങ്ങളും എല്ലാം മീര നല്ല രീതിയിൽ തന്നെ നോക്കും. അതിനുശേഷം
ഭഗവാന്റെ ആ എല്ലാ കർമ്മങ്ങളും ചെയ്യണതിൻ്റെ ഇടക്കും ഭഗവാന്റെ ഒരു ഭക്തിയിൽ പ്രാർത്ഥനയിലും നാമജപത്തിലും ഒക്കെയാണ് മീര കഴിഞ്ഞിരുന്നത്. അതിനുശേഷം മീര ഗിരിധർ ഗോപാലിനെ പൂജിക്കും, പ്രസാദം കൊടുക്കും, ഭജൻസൊക്കെ പാടും. അങ്ങനെയായിരുന്നു. ഒരേ ഒരു കാര്യമാണ് മീരാഭായി അവളുടെ ഭർത്താവിൻ്റെ, അതായത് ഭോജരാജൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്, എനിക്ക് ഗിരിധർ ഗോപാലിനെ ഇവിടെ വെച്ച് നല്ല രീതിയിൽ പൂജിക്കാനും ഭജൻസ് പാടാനും കഴിയുന്നില്ല, അതിനായി എനിക്കൊരു ക്ഷേത്രം പണിത് തരണം, ഗിരിധർ ഗോപാലിനെ വെക്കാനൊരു ക്ഷേത്രം പണിത് തരണമെന്ന് പറയുന്നു. അങ്ങനെ ഭോജരാജനൊരു ക്ഷേത്രം പണിത് മീരയ്ക്ക് കൊടുക്കുന്നു. ഗിരിധർ ഗോപാലിൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് മീര അവിടെ പിന്നെ ഭജൻസൊക്കെ പാടി ഭക്തിഗാനങ്ങളൊക്കെയായി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇത് കേട്ട് അടുത്ത രാജ്യത്തു നിന്നും അകലിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാർ മീരയുടെ അടുത്തേക്ക് വരുന്നു. മീരയുടെ ആ ഭജൻസിലൊക്കെ ലയിച്ചിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു സന്തോഷമാണ്. അവരവരുടെ ദുഃഖങ്ങളൊക്കെ മറന്നു പോകും. അത്രയ്ക്ക് ലയിച്ചാണ് മീര ഭജൻസൊക്കെ പാടിയിരുന്നത്. അങ്ങനെ ഒരുപാട് അങ്ങനെ കുറേ ഇങ്ങനെ ഭക്തിയിൽ അങ്ങനെ മീര എല്ലാം മറന്ന് അങ്ങനെ ഭജൻസൊക്കെ പാടി അങ്ങനെ സന്തോഷമായൊരു കുടുംബജീവിതം നയിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിലെ ബന്ധുമിത്രാദികൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് കുടുംബജീവിതത്തിൽ വലിയൊരു വിള്ളലുണ്ടാകാനുള്ള ഒരു കാരണം അത് പ്രധാനമായിട്ടുമുണ്ട്. അങ്ങനെ മീരയുടെ ഭോജരാജൻ്റെ അച്ഛനും സഹോദരിക്കും അമ്മയ്ക്കും ഒന്നും മീരയുടെ ഈ കൃഷ്ണഭക്തി അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഭോജരാജൻ ഭയങ്കര ഒരു സ്നേഹമായിരുന്നു മീര ഭജൻസ് പാടുന്നതും അതിൽ ലയിച്ചിരിക്കുന്നതുമൊക്കെ. ഭോജരാജാവ് ആദ്യമൊക്കെ ഭയങ്കര സ്നേഹത്തോടെ അതിൽ ലയിച്ചിരിക്കുമായിരുന്നു. മീരയുടെ കഥകളൊക്കെ കേൾക്കുമായിരുന്നു. ഭഗവാന്റെ കഥകൾ മീര പറയുമ്പോൾ അതൊക്കെ കേട്ട് അങ്ങനെ മീരയോട് ഭയങ്കര സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. അതിന് പിന്നീട് ഈ ഭോജരാജൻ്റെ അമ്മ മീരയോട് പറയുന്നു, കൃഷ്ണനെ നീ പൂജിക്കണ്ട, ദുർഗാദേവിയെ പൂജിക്കൂ എന്ന് പറയും. മീര പറയും, എല്ലാ ദേവന്മാരെയും ദേവിമാരെയും ഞാൻ എൻ്റെ കൃഷ്ണനിൽ, എൻ്റെ ഗിരിധർ ഗോപാലനിലാണ് കാണുന്നത്. ഗിരിധർ ഗോപാലിനെ അല്ലാതെ എനിക്ക് ആരെയും പൂജിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഗിരിധർ ഗോപാലിൻ്റെ ആ ഭജനത്തിൽ മുഴുകുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഭോജരാജൻ്റെ സഹോദരി ഗിരിധർ ഗോപാലിനോട് പറയുന്നു, മീരയുടെ പോക്ക് അത്ര ശരിയൊന്നുമല്ല, ഇങ്ങനെയൊന്നും സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വൃന്ദാവനത്തിൽ നിന്ന് ഒരു ഗോസ്വാമി വരുന്നു, രവിദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൽ നിന്നും മീര വൃന്ദാവനത്തിലെ ഭഗവാന്റെ ലീലകളൊക്കെ അറിയുന്നു. അങ്ങനെ അദ്ദേഹവുമായി മീര പിന്നെ ചേരികളിലേക്കൊക്കെ പോകുന്നു. അവിടെയൊക്കെ പോയി ഭജൻസൊക്കെ പാടുന്നു, പാവപ്പെട്ടവർക്ക് പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുന്നു. ഇതൊന്നും മീരയുടെ തെറ്റായ രീതിയാണ്, ഒരു രാജ്ഞിക്ക് ചേർന്നതല്ല എന്നുള്ള രീതിയിലാണ് ഭോജരാജൻ്റെ സഹോദരിയും അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത്. ഇത് പിന്നീട് ഭോജരാജനും മീരയോടുള്ള ഒരു വിരോധത്തിന് കാരണമാകുന്നു. അങ്ങനെ മീര ഇതൊന്നും മനസ്സിലാകാതെ മീര അങ്ങനെ ഭജനത്തിൽ വീണ്ടും അങ്ങനെ കഴിയുകയാണ്. ഒരിക്കൽ ഇതിനിടയ്ക്ക് മീരയോട് ഭോജരാജനും ബന്ധുമിത്രാദികൾക്കും കടുത്ത വൈരാഗ്യം ഉണ്ടാകുന്നു. മീരയെ വധിക്കാൻ വരെ അവർ ഓരോ ശ്രമങ്ങൾ നടത്തുന്നു. ഒരിക്കൽ മീരാഭായിയുടെ ആ മുറിയിലേക്ക് ഒരു വിഷമുള്ള സർപ്പത്തെ അയക്കുന്നു. ഒരു കുട്ടയിലാക്കിയാണ് ആ വിഷസർപ്പത്തെ വിടുന്നത്. പക്ഷെ ആ കുട്ട തുറന്നപ്പോൾ മീരാഭായിക്ക് അതിലൊരു സാളഗ്രാമത്തെയാണ് കാണാൻ കഴിഞ്ഞത്. സാളഗ്രാമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു ശിലയാണ്. ഭഗവാനായിട്ട് ആ സാളഗ്രാമത്തെ ഒരു ഭഗവാന്റെ ശില ഭഗവാനായിട്ട് തന്നെ കണ്ട് ആ ശില എടുത്തു കൊണ്ടുവന്ന് വെച്ച് മീരാഭായി ആ ശിലയെയും കൂടി പൂജിക്കുകയാണ്. പിന്നീട് മീരയുടെ കിടപ്പുമുറിയിൽ കിടക്കുന്ന സ്ഥലത്ത് സൂചികൾ വിതറുന്നു. മീരാഭായി അത് കിടക്കുമ്പോൾ റോസാപ്പൂവാകുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ഭഗവാന്റെ ഒരു സ്നേഹത്തിൽ മീര ഇതൊന്നും അറിയുന്നില്ല. ഭക്തിയിൽ അങ്ങനെ ഭജൻസൊക്കെ പാടി അങ്ങനെ ജീവിക്കുകയാണ്.
അതിനുശേഷം ഒരിക്കൽ രാത്രിയാകുമ്പോഴാണ് ഈ വരുന്ന ആൾക്കാരെല്ലാം മീരയുടെ അടുത്തുനിന്ന് പോകുന്നത്. മീരയുടെ ആ ക്ഷേത്രത്തിൽ വന്ന് ഭജൻസൊക്കെ പാടി മീരയുടെ കൂടെ നൃത്തങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കുറേ രാത്രിയായപ്പോഴാണ് എല്ലാവരും പോയത്. എല്ലാവരും പോയതിന് ശേഷവും മീര ഭഗവാനുമായി സംസാരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഭോജരാജൻ ഒളിച്ചിരുന്ന് ഇതാരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ സംസാരം മാത്രമേ കേൾക്കുന്നുള്ളൂ, ആളെ കാണുന്നില്ല. പെട്ടെന്ന് ഭോജരാജൻ അതിൽ തുറന്ന് അകത്ത് വരുന്നിട്ട് ചോദിക്കും, മീര നീ ആരോടാണ് സംസാരിച്ചത്? അപ്പം മീരഭായി പറയുന്നു, ഞാൻ ആരോട് സംസാരിക്കാനാണ്, ഞാൻ എൻ്റെ ഗിരിധർ ഗോപാലിനോടാണ് സംസാരിച്ചത് എന്ന് പറയും. പണ്ടൊക്കെ ഭോജരാജൻ ഇത് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. മീര പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ അദ്ദേഹം അത് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ മീരയുടെ ആ വാക്കുകളൊന്നും ഭോജരാജന് സന്തോഷം നൽകിയില്ല, അദ്ദേഹത്തിന് ദേഷ്യമാണ് ഉണ്ടാക്കിയത്. അന്ന് രാത്രിയായപ്പോഴത്തേക്കും മീര രാത്രിയായിട്ടും കൊട്ടാരത്തിലേക്ക് വരുന്നില്ല, ക്ഷേത്രത്തിൽ തന്നെ കഴിയുകയാണ്. അപ്പോൾ ഈ ഭോജരാജനും ബന്ധുമിത്രാദികളും ഒന്നും മീരയുടെ ഈ ഗിരിധർ ഗോപാലിൻ്റെ ക്ഷേത്രത്തിലേക്കൊന്നും വരാറില്ലായിരുന്നു. അന്ന് രാത്രിയായിട്ടും കാണാതിരുന്നപ്പോൾ ഭോജരാജൻ്റെ സഹോദരി ഉഠാബായി വരികയാണ്. മീരാഭായിയെ കാണാനായിട്ട് വരുന്നു. അവരുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നു, അപ്പം ഈ സഹോദരിയെ കാണുമ്പോൾ തന്നെ മീരാഭായിക്ക് സന്തോഷമാകുക, ഒരാളെങ്കിലും ഗിരിധർ ഗോപാലിൻ്റെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം. അപ്പോൾ മീരാഭായി ഭയങ്കര സന്തോഷത്തെ വരൂ എൻ്റെ ഭഗവാനെ കാണാൻ നീയെങ്കിലും വന്നല്ലോ എന്നുള്ള ഇതിൽ സംസാരിക്കും. അപ്പോൾ ഈ ഉഡാഭായി പറയും, നീ ഇത്ര നേരമായിട്ട് എന്തുകൊണ്ടാണ് വരാതിരുന്നത്? അതുകൊണ്ടാണ് ഞാൻ പാലുമായി ഇങ്ങോട്ട് വന്നത് എന്ന് പറയും. എന്നിട്ട് ഈ പാല് നീ കുടിക്കുമെന്നും പറഞ്ഞ് ആ പാല് മീരാഭായിയുടെ കയ്യിലേക്ക് കൊടുക്കും. മീരാഭായി ആ പാല് വാങ്ങി ഭഗവാന്റെ അടുത്തേക്ക് വെക്കുകയാണ്. എന്ത് കിട്ടിയാലും ഭഗവാൻ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ മീരാഭായി അത് കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. മീരാഭായി അത് ഭഗവാന് കൊടുക്കുന്നു. അതിനുശേഷം മീരാഭായിയും ആ പാല് കുടിക്കുന്നു. ആ പാല് കുടിച്ചതിന് ശേഷം നല്ല മനോഹരമായൊരു ഭജൻസ് അവിടെ ഇരുന്ന് പാടുകയാണ് മീരാഭായി. ഇതുകൊണ്ട് ഭോജരാജൻ്റെ സഹോദരിക്ക് ഈ പാട്ട് ഭജൻസ് കേൾക്കുമ്പോഴത്തേക്ക് സങ്കടം തോന്നുന്നു, കുറ്റബോധം തോന്നുന്നു. അവരെല്ലാം തുറന്നു പറയുന്നു, മീര ഞാൻ ആ പാലിൽ വിഷം കലർത്തിയിരുന്നു, എന്നിട്ട് നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ, ഇത് എന്ത് അത്ഭുതമാണ് ഈ കാണുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ മീരാഭായി പറയും, അതാ അങ്ങ് ആ ഗിരിധർ ഗോപാലിൻ്റെ വിഗ്രഹത്തിലേക്ക് നോക്കൂ, അത് കണ്ടോ, അദ്ദേഹത്തിൻ്റെ കണ്ഠം നീല കളറിലിരിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവർക്ക് ഭയങ്കര അത്ഭുതമാകും. പേടിച്ച് ഉടനെ ഭോജരാജൻ്റെ സഹോദരി അവിടുന്ന് പോയിക്കളയും. അതിനുശേഷം ഈ മീരാഭായിയുടെ ഈ ഭജൻസും കാര്യങ്ങളും മുഗൾ ചക്രവർത്തിയും അറിയുന്നുണ്ട്. ഒരു ഇസ്ലാം മതവിശ്വാസിയായ അദ്ദേഹത്തിന് പോലും ഈ മീരാഭായിയുടെ ആ ഭജൻസ് കേൾക്കാനും അതിൽ ലയിക്കാനും ഒക്കെ ആഗ്രഹം തോന്നും. എല്ലാവരും പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നുകയാണ്. പക്ഷേ രജപുത്രരാജ്ഞിയായ മീരാഭായിയെ കാണാനൊന്നും മുഗൾ ചക്രവർത്തിക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഈ മേവാർ രാജാക്കന്മാരും മുഗൾ ചക്രവർത്തിയുമായി ഭയങ്കര ശത്രുതയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മുഗൾ ചക്രവർത്തിക്ക് മീരാഭായിയെ കാണണമെങ്കിൽ വേഷം മാറി വരേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയും കൂടി യാചകരുടെ വേഷത്തിലാണ് മീരാഭായിയെ കാണാൻ വരുന്നത്. അന്നൊരു ദിവസം മീരാഭായി ഭജൻസൊക്കെ പാടി എല്ലാവരും ആ ആനന്ദത്തിൽ ആറാടി എല്ലാവരും രാത്രിയായി തിരിച്ചു പോകുന്നു. അതിനുശേഷവും മീരാഭായി തൻ്റെ ഗിരിധർ ഗോപാലുമായി സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് യാചകരുടെ വേഷത്തിൽ മുഗൾ ചക്രവർത്തി വരുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരുന്നതാണ്, നിങ്ങളുടെ പാട്ട് ഭജൻസ് ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നതാണ്, ഒരു ഭജൻസ് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരൂ എന്ന് പറയും. മീരാഭായിക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. എപ്പോൾ ആര് വന്നാലും ഭഗവാന്റെ ഭക്തിഗാനം പാടുന്നതിൽ മീരയ്ക്ക് ഒരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. മീരാഭായി അവിടെ ഇരുന്ന് ആ പാട്ടൊക്കെ അങ്ങ് പാടിക്കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ മുഗൾ രാജാവിനും ഭയങ്കര ഇഷ്ടമാകും. മീരയുടെ ആ പാട്ട് കേൾക്കുമ്പോൾ മുഗൾ രാജാവിനും ഭയങ്കര സന്തോഷമാകും. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വൈരമാല ഊരി മീരയ്ക്ക് കൊടുക്കും. എന്നിട്ട് പറയും, ഇത് ഞങ്ങൾക്ക് ഒരാൾ തന്നതാണ്, നിങ്ങളുടെ പാട്ട് കേട്ട സന്തോഷത്തിൽ ഇത് നിങ്ങൾക്ക് സന്തോഷത്തോടെ തരികയാണ്, ദയവായി ഇത് സ്വീകരിച്ചാലും എന്ന് പറയും. അങ്ങനെ മീരാഭായി ആ വൈരമാല വാങ്ങിയിട്ട് ഭഗവാന്റെ ഗിരിധർ ഗോപാലിൻ്റെ വിഗ്രഹത്തിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ്.
പക്ഷെ മുഗൾ ചക്രവർത്തി അതിനു ശേഷം തിരിച്ചു പോവുകയും ചെയ്യും. മുഗൾ ചക്രവർത്തി വന്ന കാര്യം മേവാറിലെ രാജാവായ ഭോജരാജൻ അറിയാതിരിക്കുമോ? അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞു മീരാഭായിയോട് ദേഷ്യപ്പെടുന്നു. അവരുടെ കുടുംബ മൊത്തം എല്ലാവരും കൂടി വന്ന് മീരാഭായിയോട് പറയുന്നു, ഇന്നലെ മുഗൾ ചക്രവർത്തി ഇവിടെ വന്നു, നീ അശുദ്ധയായി, നീ പോയി നദിയിൽ കുളിച്ചിട്ട് വരൂ എന്ന് പറയുന്നു. മീരാഭായിക്ക് ഇതെല്ലാം ഭയങ്കര സങ്കടമാണ്. ഇവരെല്ലാവരും ഓരോ രീതിയിൽ മീരയോട് കാണിക്കുന്ന അനീതികളൊക്കെ മീര സഹിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മീരാഭായി നദിയിൽ പോയി കുളിക്കുന്നു. നദിയിൽ കുളിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മീരാഭായിയുടെ ധാവണിയിൽ എന്തോ തടഞ്ഞു നിർത്തുന്നു. അപ്പം മീരയ്ക്ക് മനസ്സിലാകും ഭഗവാൻ കൃഷ്ണൻ വിളിക്കുകയാണ് തന്നെ, എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച് എന്നിലേക്ക് വരൂ എന്ന് വിളിക്കുകയാണ് എന്ന് മീരാഭായിക്ക് തോന്നുകയാണ്. അന്ന് മീരാഭായി തൻ്റെ ഗിരിധർ ഗോപാലിൻ്റെ വിഗ്രഹവും എടുത്ത് പോവുകയാണ്. എവിടെ? സ്വഗൃഹത്തിലേക്ക് പോകുന്നത് പോലെയാണ്. വൃന്ദാവനത്തിലേക്ക് പോകാനാണ് മീരയ്ക്ക് ഏറ്റവും ആഗ്രഹം. വൃന്ദാവനത്തിലേക്ക് പോകുന്നതാണ് മീരയുടെ ഏറ്റവും ആഗ്രഹം. ഭഗവാൻ കളിച്ചു വളർന്ന ഭഗവാന്റെ ആ മണ്ണിലേക്ക് അവിടെ ലയിച്ച് ജീവിക്കാനാണ് മീര ആഗ്രഹിച്ചത്. എല്ലാം ഉപേക്ഷിച്ച് ഒരു കാരണമായി എടുത്തുകൊണ്ട് മീര അവിടുന്ന് ഗിരിധർ ഗോപാലിൻ്റെ വിഗ്രഹവും എടുത്ത് പോവുകയാണ്. പല കഷ്ടതകളും ദുർഘടങ്ങളും ഒക്കെ നിറഞ്ഞതാണ് മീരയുടെ വൃന്ദാവന യാത്ര. എങ്കിലും മീര അതിലൊക്കെ പതറാതെ പല രീതിയിലും പല വേഷത്തിലും പല ആൾക്കാരുടെ രൂപത്തിലുമൊക്കെ മീരയെ ഭഗവാൻ രക്ഷിക്കും. അങ്ങനെ മീര അവിടെ വൃന്ദാവനത്തിൽ കാക്കക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു അരയന്നത്തിൻ്റെ കൂട്ടങ്ങളുടെ ഇടയിൽ എത്തിപ്പെട്ട പോലെയാണ് മീര വൃന്ദാവനത്തിലെത്തുന്നത്. അവിടെ മീര എത്തുമ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരും മീരയെ തിരിച്ചറിയും. എല്ലാവർക്കും മീരയുടെ ഭജൻസൊക്കെ അറിയാം. മീരയുടെ ഭജൻസ് അത്രയേറെ പ്രശസ്തമാണ്. അങ്ങനെ മീര അവിടെ എത്തി ഭജൻസൊക്കെ പാടി വൃന്ദാവനത്തിൽ കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ മീരയുടെ ഒരു ജീവിതാഭിലാഷം അങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ മീര അവിടെ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് മീര അവിടെ മേവാറിൽ നിന്ന് പോയതിന് ശേഷമാണ് ഭോജരാജൻ മീരയുടെ ആ നഷ്ടം മനസ്സിലാക്കുന്നത്. മീര പോയതിന് ശേഷം മേവാറിൽ കടുത്ത വരൾച്ചയുണ്ടാകുന്നു. അവിടെ വെള്ളമില്ലാതെ ജനങ്ങളെല്ലാവരും വലയുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ഒരു ഗോസ്വാമി അവിടെ വന്ന് മേവാറിലെ ഭോജരാജനോട് പറയുകയാണ്, ഇവിടുന്ന് നിങ്ങൾ എല്ലാം മനസ്സിലാക്കാതെ ആ മീരാഭായിയെ ഇവിടുന്ന് തള്ളിക്കളഞ്ഞില്ലേ? എത്ര നല്ല സ്ത്രീയായിരുന്നു അവർ. ഭഗവാന്റെ ഒരു പരമഭക്തയായ ആ മീരാഭായിയെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയില്ലേ? അത് ഭഗവാൻ പ്രകൃതിക്ഷോഭത്തിലൂടെ ചിലപ്പോൾ നിങ്ങളോട് പകരം ചോദിച്ചതായിരിക്കും എന്ന് പറയും. അങ്ങനെ പിന്നീട് ഭോജരാജാവും സേവകരെയൊക്കെ മീരാഭായിയെ അന്വേഷിച്ചു. അവിടെ എല്ലായിടത്തും വിടുന്നു. അങ്ങനെ കണ്ടു മീരാഭായി എവിടെയുണ്ട്? ഭഗവാന്റെ ഭക്തരെപ്പോഴും ഭഗവാന്റെ അടുത്താണുള്ളത്. അതെവിടെയാണ്? വൃന്ദാവനത്തിലാണ്. അങ്ങനെ മീരാഭായി വൃന്ദാവനത്തിലുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഭോജരാജനും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി വൃന്ദാവനത്തിലെത്തി മീരാഭായിയെ വിളിക്കുന്നു. മീര, നീ എൻ്റെ കൂടെ വരണം. പക്ഷേ മീരാഭായി പറയുന്നു, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നത് എന്തിനാണ്? എനിക്കിവിടെ എൻ്റെ ഭഗവാനെ പൂജിച്ച് ഇവിടെ ഇരുന്നാൽ മതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭോജരാജൻ്റെ ദയനീയമായിട്ടുള്ള ആ ഒരു വിളിയിൽ മീരയ്ക്ക് പോകാതിരിക്കാൻ കഴിയുന്നില്ല. മീര പോകാൻ തീരുമാനിക്കുന്നുവെങ്കിലും ചില നിബന്ധനകൾ വെക്കും. ഞാൻ ഇനി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഗിരിധർ ഗോപാലിൻ്റെ ക്ഷേത്രത്തിൽ തന്നെ ഇരിക്കുകയുള്ളൂ. ഒരിക്കലും ഞാൻ കൊട്ടാരത്തിലേക്ക് വരികയില്ല. എൻ്റെ ഒരു ആ ഭഗവാനോടുള്ള ഭക്തിപരമായ ആ ജീവിതം നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി എന്ന് തോന്നാം. എങ്കിലും ഞാൻ ഒരിക്കലും ഭഗവാന്റെ അടുത്തുനിന്ന് വരികയില്ല എന്ന് പറയും. അങ്ങനെ ഭോജരാജൻ അത് സമ്മതിക്കും. നീ നിൻ്റെ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളൂ, വരുമെങ്കിലും ഞങ്ങൾ ചിത്തോർഘട്ടിലേക്ക് വരണമെന്ന് പറയും. അങ്ങനെ ഭോജരാജൻ ചിത്തോർഘട്ടിലേക്ക് ഭോജരാജൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒപ്പം മീരാഭായിയും പോവുകയാണ്. മീരാഭായി അവിടെ ആ ചിത്തോർഘട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ നിമിഷം തന്നെ ഇടിവെട്ടി മഴ പെയ്യുകയാണ് അവിടെ. അതോടെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാവും. മീര അത്രക്ക് പരമഭക്തയാണ്, ഭഗവാന്റെ ഭക്ത തന്നെയാണ് മീര എന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ മീരാഭായിയോടൊപ്പം മീരാഭായി പിന്നെ ഗിരിധർ ഗോപാലിൻ്റെ ആ ക്ഷേത്രത്തിൽ അവിടെ കഴിച്ചു കൂട്ടുകയാണ്.
അങ്ങനെ അവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഭോജരാജൻ ഓരോ ക്ഷേത്രങ്ങളിലും ഭഗവാന്റെ ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ദ്വാരകാധീശനെ കാണാൻ മീരാബായിയും ഭോജരാജനും കൂടി ഒരിക്കൽ ദ്വാരകാധീശനെ കാണാൻ ദ്വാരകയിലെത്തുകയാണ്. അവിടെ ശ്രീകോവിലിന് മുമ്പിൽ മീര ഭജൻസൊക്കെ പാടി ലയിച്ച് അങ്ങനെ പാടിയിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മീര അങ്ങനെ ഭജൻസൊക്കെ പാടി അങ്ങനെ ഇരിക്കുമ്പോൾ ഭോജരാജൻ എന്തോ ഒരു ഇത് തോന്നും. മീര എന്താണ് ഇത്ര ലയിച്ച് ഇങ്ങനെ പാടുന്നത്? അപ്പം ഭോജരാജൻ കയ്യിൽ പിടിച്ചിട്ട് പറയും, മീര മതി, ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ മീര പറയും, ഇങ്ങനെയുള്ളവരെ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എന്നെ കിട്ടിയിട്ട് അങ്ങക്ക് എന്തിനാണ്? എന്നെ ഇനിയെങ്കിലും വെറുതെ വിടൂ, എൻ്റെ നാഥൻ്റെ അടുത്തേക്ക് ഞാൻ പോട്ടെ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിടൂ എന്ന് പറയുന്ന ആ നിമിഷം തന്നെ ഭഗവാന്റെ ശ്രീകോവിൽ തുറക്കപ്പെടുകയാണ്. അതിൽ നിന്ന് ഒരു വെളിച്ചം പുറത്തേക്ക് വരുന്നു. മീരാഭായി ഉടനെ തന്നെ മീരാഭായി ആ ശ്രീകോവിലിനുള്ളിലേക്ക് ഓടിക്കയറുന്നതാണ്. ഭോജരാജൻ പുറകെ ചെന്ന് പിടിച്ചെങ്കിലും കിട്ടിയില്ല. മീരാഭായി ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറുന്നു. മൊത്തത്തിലൊരു പ്രകാശമയമായി ആ ശ്രീകോവിലിന്. അവിടെ ആരും പിന്നീട് മീരയെ കാണുന്നില്ല, പിന്നീട് മീരയെ കണ്ടിട്ടില്ല. പിന്നെ എല്ലാത്തിനും ശേഷം പിന്നെ കാണുകയാണ് എന്താണ് മീരാഭായിയുടെ ആ ഒരു ധാവണിയുടെ ഒരു കഷ്ണം ആ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അത് ഇന്നും ദ്വാരകയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ദ്വാരകയിൽ ചെന്നാൽ നമുക്കത് കാണാൻ കഴിയുമായിരിക്കും. അങ്ങനെ മീരാഭായി ഭഗവാനിലേക്ക് പൂർണ്ണമായി ലയിച്ചു ചേരുകയാണ്. ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയില്ല. എന്നും ഭഗവാന്റെ കൂടെ തന്നെ അവരെ അനശ്വരരാക്കി തീർക്കും ഭഗവാൻ. അങ്ങനെ നമുക്കും ഭഗവാന്റെ ആ ഒരു ഭക്തിരസത്തിൽ മുഴുകുമ്പോൾ എല്ലാവർക്കും അത് അറിയില്ല. പക്ഷേ ഭഗവാന്റെ ഭക്തിയിലിരിക്കുമ്പോൾ ഭക്തർക്ക് അതിൻ്റെ ഒരു ബ്ലിസ്, അതിൻ്റെ ഒരു സ്നേഹം, ഭഗവാന്റെ സ്നേഹം കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അത് അവരുടെ അനുഭവത്തിലൂടെ അറിയാൻ പറ്റും. എല്ലാവരും ഭഗവാന്റെ ഒരു ഭക്തിയിലേക്ക് വരണം, ഭഗവാനെ സ്നേഹിക്കണം. എല്ലാവർക്കും എല്ലാ സന്തോഷവും സമാധാനവും ഭഗവാൻ നൽകട്ടെ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.